അപ്രത്യക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് പൂർണ്ണ രൂപം കിട്ടും. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവന്ന് ഒരുക്കി അമ്മയെ തന്ന് ഇമ്മാനുവേലിനെ തന്ന് നമുക്ക് പിതാവിനെ തന്ന് ദൈവമകനായി മകളായി രൂപാന്തരപ്പെടുത്തി നമ്മളെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഹൃദയങ്ങളെ സിയോനിലേക്കുള്ള രാജവീതികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ദൈവമക്കളായി രൂപാന്തരപ്പെടും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക. ഇനി ചില ജോലികളുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ച വിളികളുടെ വഴികൾ ഒന്നുകൂടി കാണാം. ജെറമിയ 29:11 മുതൽ 14 വരെ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ആദത്തിൽ നിക്ഷേപിച്ച് നമ്മളെ ഏദൻ തോട്ടത്തിലാക്കിയതാണ്. അവിടെ വെച്ച് ആദം പാപം ചെയ്തു, ആദം അവ്വായും പാപം ചെയ്തപ്പോൾ അവിടെ നമ്മളെ പുറത്താക്കി. അവിടുന്ന് പിശാചുമായിട്ട് പിതാവിൻ്റെ ഒരു ഇതുകൊണ്ട് വാഗ്വാദത്തിൽ പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ യുദ്ധമുളവാക്കും. അവളുടെ സന്തതി നിന്റെ തല തകർക്കും. ഇപ്പോൾ തല തകർക്കാനായിട്ട് നമ്മളെ ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുത്തി ഭൂമിയെ അടക്കി ഭരിക്കുന്ന പിശാചിൻ്റെ തലയ്ക്ക് മുകൾ കാൽ വെക്കാൻ വേണ്ടി അധികാരം തന്നിട്ടാണ് ദൈവമക്കളാക്കി രൂപാന്തരപ്പെടുന്നത്. 2000 കൊല്ലം മുമ്പ് യേശുക്രിസ്തു വന്നപ്പോൾ, എമ്മാനുവേൽ വന്നപ്പോൾ, പിശാചുവാദിയുടെ അടുത്തൂടെ നടന്നു പോയപ്പോൾ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? സമയമാകുന്നതിന് മുമ്പ് നീ എന്തിനാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നത്? എന്നാ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടു. ശരി, പന്നിക്കൂട്ടത്തിലേക്ക് പോ. കിഴുക്കാ തൂക്കായ പന്നിക്കൂട്ടത്തിൽ വീണ് ചത്തു പന്നി. പന്നിക്ക് പോലും വേണ്ടാത്ത പിശാചിനെ വെച്ച് കൊണ്ട് നടക്കല്ലേ ലോകത്തിൽ. ഇതാ ഒരു ഡോക്ടർ, എറണാകുളത്തുള്ള ഡോക്ടർ, ഞാൻ മാതൃഭൂമി പേപ്പർ 2 ദിവസം മുമ്പ് വായിച്ചൊരു വാർത്ത വായിക്കാം. പിശാച് ഉണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഡോക്ടർ, ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി കേരള ഘടകം പ്രസിഡന്റും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ CJ ജോൺ എഴുതുന്നു. മുഴുവൻ എനിക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കം പറയാം. ഡേറ്റ് പറയാം, ഞാൻ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി 2014 ഒക്ടോബർ 17 വെള്ളിയാഴ്ച. ഓക്കെ, ഇത് അപ്പോൾ ഇത് നമുക്ക് വായിക്കാം. ഇത് ഞാൻ വളരെ ചെറിയൊരു പീസ് എടുക്കുന്നുള്ളൂ. മാനസികാരോഗ്യ വിശകലനത്തിനെത്തിയപ്പോഴാണ് വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഒരു മനോരോഗം ഇയാളെ ബാധിച്ചിരുന്നു എന്ന് വ്യക്തമായത്. കുറ്റം പറയുന്ന അശരീരികൾ, ഏത് പിശാചുക്കൾ, അത് അശരീരികൾ ഇയാളെ അലട്ടുകയായിരുന്നു, പോയി മരിക്കൂ എന്നൊക്കെ ഈ മിഥ്യാ ശബ്ദങ്ങൾ കൽപ്പിക്കുമായിരുന്നു. ഇത് ഞാൻ അനുഭവപ്പെട്ടതുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. കാരണം എന്നെ ഇത് കർത്താവ് പഠിപ്പിച്ചു തന്നാണ്. ഈ അശരീരിയെ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ, അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതെന്നെ കർത്താവ് പഠിപ്പിച്ചു തന്നു. അത് നമുക്ക് പറയാൻ നേരമില്ല, അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആളുകൾക്ക് ബന്ധപ്പെടാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ അശരീര പ്രവർത്തനങ്ങളെ നമുക്ക് അതിജീവിക്കാനുള്ള ദൈവശക്തി നമുക്ക് ഇപ്പോൾ തരുന്നത് ആരാ? ഇമ്മാനുവേലാണ് തരുന്നത്. ഈ ഇമ്മാനുവേൽ നമ്മുടെ അകത്ത് വന്നു, പരിശുദ്ധി അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല, പ്രകാശത്തിന് അന്ധകാരം വഴിമാറുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി അമ്മയുടെ ആത്മാവ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ജ്ഞാനം 6:16. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ്. അത് മതി, നമുക്ക് കിട്ടി. അമ്മ നമ്മളെ അന്വേഷിച്ച് വന്ന് നമ്മളെ വിശുദ്ധീകരിച്ചോളൂ, നമ്മളെ വൃത്തിയാക്കും. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ഇനി പ്രൊഫഷനുള്ള കുറച്ച് വചനങ്ങളും കൂടെ നമുക്ക് കടന്നു പോകാനുണ്ട്. ഓക്കെ, വചനത്തിൽ സങ്കീർത്തനം 82:6. സങ്കീർത്തനം 82 വായിക്കാം. ഇത് വായിക്കാം, എല്ലാവരുടെ കയ്യിലുള്ള പ്രൊഫഷനാണ്, വായിക്കാം. നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ്. അടുത്ത വചനം
ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. യോഹന്നാൻ 10:35. വചനം എല്ലാവരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കടന്നു പോകുന്നത്. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. യോഹന്നാൻ 10:35. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 6:45. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പിതാവാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്, പുത്രനല്ല. പിതാവ് ഡയറക്റ്റ് പഠിപ്പിക്കുകയാണിപ്പോൾ. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. മത്തായി 24:14 നമ്മൾ എഴുതിയ വചനമാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചില വചനങ്ങളുടെ അതായത് നമ്മളുടെ വിളി, നമ്മളുടെ തെരഞ്ഞെടുപ്പ്, ഇതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുവാണ്. ജെറേമിയ 31:33. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പ ചെറുപ്പമെന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വെക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് ഹെബ്രായരിലും ഉണ്ട്, ഇത് ഇണവചനമായിട്ട് കാണാം. നമുക്ക് നോക്കാം. കർത്താവ് നമ്മളെ വിളിച്ചു, നമ്മളെ ഒരുക്കി, നമുക്ക് വാഗ്ദാനം തന്നു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് നമുക്ക് കർത്താവ് വ്യക്തമായി വെളിപ്പെടുത്തി തന്നു കഴിഞ്ഞു. അവിടുത്തെ പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ള നമ്മൾ അവിടുന്ന് പരിശുദ്ധരായിരിക്കുന്ന പോലെ നമ്മെ തന്നെ വിശുദ്ധരാക്കുന്നു. പക്ഷേ നമുക്ക് കുറച്ച് ജോലികളും കൂടെ ഉണ്ട്. ഇതും കിട്ടി പോക്കറ്റിട്ട് പോകാൻ പറ്റുകയില്ല. കാരണം ജോലികൾ ഇതാ ഒന്നൊന്നായിട്ട് ഇപ്പോൾ കർത്താവ് തരാൻ പോവുകയാണ്. എസെക്കിയേൽ 2. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര. ഇനിയിപ്പം നമ്മുടെ പേര് മനുഷ്യപുത്രനാണ് കേട്ടോ. നമ്മൾ ഇത്രയും കാലം മനുഷ്യന്മാരായി. ഇപ്പം മനുഷ്യപുത്ര എന്നാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്. ദൈവങ്ങൾ, മനുഷ്യപുത്രൻ, ഇങ്ങനെ ഈ പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മൾ നോക്കുമ്പോൾ ഇതാണ് മനുഷ്യപുത്ര. മനുഷ്യപുത്ര, എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എൻ്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. ഒരു സെക്കൻഡ്. ഇപ്പം നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അവിടെ യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ട് പലസ്തീനായിലെ ഇസ്രായേലുകളല്ല. അത് പഴയ ഇസ്രായേൽ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന യാക്കോബിൻ്റെ മക്കള്, യാക്കോബിൻ്റെ സന്തതി പരമ്പര, ആ ഇസ്രായേൽ അല്ല ഇത് ഭൂമിയുടെ അതിർത്തികളിൽ തൂളിക്കിടക്കുന്ന പിതാവിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പുതിയ ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ഇത് വീണ്ടും ജനിച്ച പാർട്ടികൾ. അതായത് നമ്മൾ 1 പത്രോസ് 1:23 കണ്ടു. അവർ വീണ്ടും ജനിച്ചത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, ദൈവവചനത്തിൽ നിന്നാണ്. ഇപ്പം നമ്മൾ കേട്ടു, വീണ്ടും ജനിക്കുന്ന നിക്കോദേമോസിന് പറഞ്ഞു കൊടുത്തത് ആത്മാവിനാൽ വീണ്ടും ജനിക്കാത്തവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വീണ്ടും ജനിച്ച സമൂഹമാണ് നമ്മൾ. ആര് വിശ്വസിക്കുന്നുവോ അവന് കിട്ടും. ആരാണെങ്കിലും അവനെ ദൈവ മകനായി രൂപാന്തരപ്പെടുത്തും. അവൻ്റെ അകത്ത് ദൈവം ശക്തി നിറയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമ്മൾ വായിച്ചു. മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ ജോലിയാണ്. നമ്മളെ ഏൽപ്പിക്കുന്ന കർത്താവ് പിതാവായ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ജോലിയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നോടെ തുടക്കം മുതൽ വായിച്ച്. മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് അവർ അറിയും. മനുഷ്യപുത്ര, നീ അവരെയും അവരുടെ ഒരു സെക്കൻഡ് അവിടെ ഒരു സ്റ്റോപ്പ് വെക്കണം. അതായത് യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞതാണ്, മോശയും പ്രവാചകന്മാരും യോഹന്നാമരെയായിരുന്നു. ലാസ്റ്റ് പ്രവാചകൻ യോഹന്നാനാ. അത് കഴിഞ്ഞ് പ്രവാചകന്മാരില്ല. ഇപ്പം ദൈവമക്കളാ. യേശുക്രിസ്തു ഒന്ന് കുരിശിൽ മരിച്ചു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഇപ്പം ഇമ്മാനുവേൽ വന്നു, പരിശുദ്ധ അമ്മ വന്നു, പിതാവ് വന്നു. ഇതിപ്പോൾ നമ്മുടെ ഹൃദയ ദൈവത്തിൻ്റെ ആലയമായി മാറിക്കഴിഞ്ഞു. ഇത് പ്രവാചകരല്ല, ദൈവമകൻ തന്നെ. ആര് വിശ്വസിക്കുന്നോ അവനെ ദൈവമകനാക്കി മാറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പോട്ടെ, മുന്നോട്ട് പോട്ടെ. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട.
മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്കുകേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എന്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും. അവൻ അത് എന്റെ മുമ്പിൽ വിടർത്തി. അതിന്റെ അകത്തും പുറത്തും എഴുതിയിരിക്കുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, അത് നമുക്കറിയണ്ടേ ഇനി ലേഖന ചുരുൾ എന്താന്ന്. ബാറൂക്ക് 3:36 അത്. ഓക്കെ, ബാറൂക്ക് 3:36. ബാറൂക്ക് 3:36. അവിടുന്ന് പിതാവ് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന്. അപ്പം യാക്കോബാണ്. നമ്മൾ യാക്കോബായിരുന്നു. നമ്മൾ ഇസ്രായേൽ ആകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം യാക്കോബുമാരായിരുന്നു. ഇപ്പം ഇത് വിശ്വസിച്ചപ്പോൾ നിങ്ങളൊക്കെ ഇസ്രായേലുകളായി. ഇസ്രായേലുകൾ. പക്ഷേ മുമ്പ് നിങ്ങൾ യാക്കോബായിരുന്നു. യാക്കോബായിരുന്ന സമയത്ത് ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവരിൽ ഭയവും ഭീരുത്വം ഉളവാക്കും. അവരിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അമ്മ തൻ്റെ ശിക്ഷണത്താൽ അവരെ പരീക്ഷിക്കുകയും തൻ്റെ ശാസ്ത്രങ്ങൾ വഴി പീഡിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം അമ്മ നേരെ വഴി കാട്ടി അവരെ ആനന്ദിപ്പിക്കുകയും അമ്മയുടെ രഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം യാക്കോബായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇസ്രായേലാക്കി, പുതിയ ഇസ്രായേൽ. ഓക്കെ, ഈ ഇസ്രായേൽ അവിടുന്ന് അറിവിലേക്കുള്ള വഴികളും കണ്ടെത്തി. അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബെ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക. അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലിലെ നമ്മൾ സന്തുഷ്ടരാണ്. എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇസ്രായേല് യാക്കോബ് രൂപാന്തരപ്പെട്ട് ഇസ്രായേലായി മാറി. അത് നമുക്ക് ജെറമിയ 1:5, 1:16 കാണാം. അപ്പം നമുക്ക് ജെറമിയ 1:5 ഒന്ന് വേഗം പോകാം. ജെറമിയ 1:5 വരും. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു. ജനതകൾക്ക് പ്രവാചകരായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, മാതാവിന്റെ ഉദരത്തിൽ നിന്ന് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പൊ കർത്താവ് കുറച്ച് ജോലി തരുന്നുണ്ട്. അവിടെ ജോലിയുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കണം. ഇനി 16 മുതൽ വെച്ച് 16 മുതൽ അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു. സ്വന്തം കരവേലകളെ അന്യദേവന്മാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഹൃദയത്തില് വേറെ ആരെങ്കിലും വെച്ച് പൂജിക്കുന്നു. അപ്പം കർത്താവിനേക്കാൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ദേവൻ അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഭാര്യ. അവൻ പണത്തെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് കർത്താവല്ല, അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന പണമാണ്. അവൻ മക്കളെയും കുടുംബത്തെയും അവൻ്റെ ജോലിയെയും ശമ്പത്തെ അവൻ്റെ വണ്ടിയേനെയും അവൻ്റെ തോട്ടത്തെയും എസ്റ്റേറ്റിനെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ അവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത് അന്യദേവനാണ്. അതാണ് അവൻ്റെ ദൈവം. അല്ലാതെ കർത്താവ് അന്യദേവന്മാരെ വിട്ട് അത് എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്. ഒരാളെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിൻ്റെ ആലയം ഹൃദയത്തിൻ്റെ ആലയത്തിൽ ആരെ വെച്ചിരിക്കുന്നുവോ അതാണ്. ഓക്കെ, ഹല്ലേലൂയ. അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും. അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു, സ്വന്തം കരവേലകളെ ആരാധിച്ചു. നീ എഴുന്നേറ്റ് അരമുറുക്കുക. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക. അവരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിപാലനാക്കും. മുന്നോട്ട്. ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കും എതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലും ആയി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല.
നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് വിശ്വസിച്ചാൽ കിട്ടിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ കർത്താവ് തിരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു സഹനവും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജെറമ്യ 14:8 ഇസ്രായേലിൻ്റെ പ്രതീക്ഷയും ദുരിതത്തിൽ അവളുടെ രക്ഷകനുമായ അങ്ങ് എന്തുകൊണ്ടാണ് ദേശത്ത് ഒരു അപരിചിതനെ പോലെയും രാത്രിയിൽ സങ്കേതം അന്വേഷിക്കുന്ന വഴി യാത്രക്കാരനെ പോലെയും പെരുമാറുന്നത്? അങ്ങ് സംശയഗ്രസ്തനെ പോലെയും സഹായിക്കാൻ ശക്തിയില്ലാത്ത യോദ്ധാവിനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ ഉണ്ട്. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറിയപ്പെടുന്നു. ഞങ്ങളെ വിട്ടുപോകരുതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തത് ഇന്നും ഇന്നലെ അല്ല. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു. ജനതകൾക്ക് പ്രവാചകരായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്ത ശേഷം നമുക്ക് നോക്കാം, പഴയ നിയമത്തിലെ ഏത് കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അബ്രാഹമോ യാക്കോബോ ജോസഫോ ജോബോ ആര് തന്നെയാണെങ്കിലും അവരെ എല്ലാം കർത്താവ് വിളിച്ച് ഒരു നീണ്ട ഒരു ശിക്ഷണം അവരെ രൂപാന്തരപ്പെടുത്താനായിട്ട് ചെയ്യുന്നു. അത് തന്നെ ജഡികരായ നമ്മളെ ആത്മീയരായി മാറ്റാൻ കർത്താവിനൊരു കാലഘട്ടം എടുത്തു. അപ്പോൾ നമ്മൾ ദൈവങ്ങളായി ദൈവമക്കളായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം ലൂക്ക 18:28 ഇങ്ങനെ പറയുന്നത്: ദൈവരാജ്യത്തിന് വേണ്ടി അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെട്ടവന് ഇവിടെ വെച്ച് തന്നെ 10 മടങ്ങ് നിത്യജീവിതവും ലഭിക്കുമെന്ന്. പക്ഷേ ജോബിൻ്റെ കാലഘട്ടത്തിൽ ജോബ് 1-ാം അധ്യായത്തിൽ 1:20 ഭാഗത്ത് കാണാം നമുക്ക്. ജോബിന് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പം ജോബ് പറയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതി. അതുപോലെ ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായത്തിൽ 42:10 ജോബ് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോബിന് എല്ലാം തിരികെ കൊടുത്തത് 10 മടങ്ങ് കൊടുത്തു. പക്ഷെ നമുക്കിപ്പോൾ കിട്ടുന്ന അതല്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ 10 മടങ്ങും നിത്യജീവിതവും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യജീവൻ്റെ സുവിശേഷമാണ്. നമ്മൾ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോകാനുള്ള രൂപാന്തരീകരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ദൈവങ്ങളായി കഴിഞ്ഞാൽ, ദൈവമക്കളായി മാറിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വലിയ സംഭവങ്ങൾ നടക്കും. നമ്മൾ നടന്നു പോകുമ്പോൾ പൈശാചി ബാധിതരായ ആളുകൾ നമ്മളെ കണ്ട് പേടിക്കാൻ തുടങ്ങും. നമ്മളിന്ന് ശക്തി പുറപ്പെടും. രോഗം ഉള്ള ആളുകളിൽ നിന്ന് രോഗം വിട്ടുമാറാൻ നമ്മൾ രോഗത്തോട് കൽപ്പിക്കുമ്പോൾ രോഗം വിട്ടുമാറും. ഇങ്ങനെ നമ്മളത് വായിച്ചത്. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഹല്ലേലൂയ. നമുക്ക് നോക്കാം, യേശു ക്രിസ്തു 2000 കൊല്ലം മുമ്പ് വന്നു. ആളുടെ പേര് എമ്മാനുവൽ എന്നായിരുന്നു. എമ്മാനുവൽ എന്നായിരുന്നു. ദേവാലയത്തിൽ ചെന്ന് ഒരു പുസ്തകം അവന് കൊടുത്തു. യേശയ്യാപ്രവാചകന്റെ പുസ്തകമാണ് കൊടുത്തത്. അത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. പക്ഷെ അവൻ വായിച്ചത് ലൂക്ക 4:18 വായിച്ചത്. യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. പുസ്തകം അടച്ചു, ഇരുന്നു. ഇതെല്ലാം പൂർത്തിയായി എന്ന് അവരെല്ലാവരും വിചാരിച്ചു. എല്ലാവരും അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവൻ വായിച്ചത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 61 വായിച്ചത്. അത് നമുക്കറിയാം. യേശയ്യാപ്രവാചകന്റെ പുസ്തകം അവൻ നൽകപ്പെട്ടു. അവൻ യേശയ്യ 61 വായിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഇപ്പം നോക്കാം. അവൻ അന്ന് യേശയ്യാപ്രവാചകന്റെ പുസ്തകം അവൻ തുറന്നു. പക്ഷെ അവൻ കണ്ടതാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇന്ന് ഇമ്മാനുവൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്.
പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാധാനം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ എന്ന് പറഞ്ഞാൽ, സിയോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കൂട്ടായ്മയാണ് സിയോൻ കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു, സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്ക് മരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവ്വാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിൻതലമുറയാണ് കണക്കാക്കുന്നത്. ഓക്കെ. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴുവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാക്കും. കർത്താവിൻ്റെ പുരോഹിതർ എന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ പേര് രാജകീയ പുരോഹിതനാണ്. അത് ഹെബ്രായർ 7:17 എഴുതിയിട്ടുണ്ട്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. കാരണം ഇമ്മാനുവൽ നമ്മുടെ അകത്ത് കയറിയിട്ട് നമ്മളെ ദൈവങ്ങളായി ദൈവമക്കളാക്കി മാറ്റുമ്പോൾ നമ്മൾ ഇമ്മാനുവൽമാരാവും, ദൈവമക്കളായി മാറും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്തെ ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറയുടെ ഇടയിലും സന്തതി രാജ്യങ്ങളുടെ ഇടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലി മണിയുന്നത് പോലെയും വധു ആഭരണഭൂഷി ആകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ആടുകൾ ധരിപ്പിക്കും. നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയരുവാൻ കർത്താവ് ഇടയാക്കും. ആമേൻ. ഹല്ലേലൂയ. അപ്പം 2000 കൊല്ലം മുമ്പ് യേശു ക്രിസ്തു സിനഗോഗിൽ കയറി വായിച്ചത് എന്താ വായിച്ചത്? ഇത് 20 രൂപ നോട്ട്. ഇത് 20 രൂപ നോട്ട്. ഓക്കെ. ഈ വശം രണ്ടും കൂടെ കൂടുമ്പോഴാണ് 20 രൂപ നോട്ടാവുന്നത്. ഇപ്പോഴാണ് പൂർത്തിയാവുന്നത്. യെശയ്യാ 61 പകുതി അല്പം 3-4 ഭാഗങ്ങളെ വായിച്ചിട്ടുള്ളൂ. ബാക്കി ഇമ്മാനുവലാണ് വായിക്കുന്നത്. ഞാനല്ല, എന്നിലൂടെ ഇമ്മാനുവലാണ് ഇപ്പോൾ വായിച്ച് കേട്ടത്. അത് പൂർത്തിയാണെങ്കിൽ യെശയ്യാ 42 വായിച്ചാൽ കിട്ടും. യെശയ്യാ 42. ഇത് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇത് ഗാന്ധിയുടെ പടം. ഇത് ഒരു പടവുമില്ല. ഈ 20 രൂപയുടെ വില കിട്ടണമെങ്കിൽ ഒരു സൈഡ് മാത്രം കൊടുത്താൽ വില കിട്ടുമോ? ഫുള്ള് കൊടുത്താലേ കിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ യെശയ്യാ 61 പൂർത്തിയാകുന്നത് ഇങ്ങനെയാണ്. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ഇതിനകത്ത് നമ്മളിൽ എമ്മാനുവേൽ പ്രവേശിച്ച് സ്വരമൊഴിക്കലോ ബഹളം വെക്കലോ ഒന്നുമില്ലാത്ത അവസ്ഥ. അവൻ അതൊന്നും ചെയ്യില്ല. നമ്മളിൽ പ്രവേശിച്ച് നമ്മളെ അവൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഹൈഡ്രജൻ ബലൂണായി അല്ലെങ്കിൽ ഒരു പട്ടമായി, കർത്താവിൻ്റെ ഒരു പട്ടമായി നമ്മൾ മാറുക. ലൂക്ക 23:44 പുത്രൻ കുരിശിൽ കടന്ന് പറയാണ്, പിതാവേ എൻ്റെ ആത്മാവിനെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ ആര് പിതാവിൻ്റെ കയ്യിലേക്ക്, പുത്രൻ്റെ കയ്യിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക്, പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കുന്നുവോ അവരെ കർത്താവ് നയിക്കും, അവരെ രൂപാന്തരപ്പെടുത്തും, അവരെ ദൈവ മക്കളാക്കി മാറ്റും. യെശയ്യാ ഇതേ 42-ന്റെ 6-ാമത്തെ വചനം എടുത്ത്. യെശയ്യാ 42-ന്റെ 6-ാമത്തെ വചനം. കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അതേ വചനം തന്നെ യെശയ്യാ 49:6 നോക്കി. യെശയ്യാ 49:6. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഹല്ലേലൂയ. 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 അപ്പോസ്തലപ്രവർത്തനം 22:21. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കെ. അപ്പം നമ്മുടെ ഈ ക്ലാസ്
ദൈവമക്കളായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ജോലികളുണ്ട്. നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമുക്ക് വേലയുണ്ടാവും. നമ്മൾ ദൈവമക്കളാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യം വരും. നമ്മളിൽ നിന്ന് ശക്തി പുറപ്പെടും. കർത്താവ് നമ്മളെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് 10 മടങ്ങ് നിത്യജീവിതവും ലഭിക്കുന്ന വചനം പൂർത്തീകരിക്കും നമ്മളിൽ. അപ്പം ഇതിന് ശ്രദ്ധയോടെ വിശ്വസിച്ച് ദൈവവചനങ്ങളെല്ലാം ഒരു കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ, കൊച്ചുകുട്ടിയുടെ മനോഭാവത്തിൽ വിശ്വസിച്ച് പ്രാവ് കരയുന്ന ശബ്ദം, നിഷ്കളങ്കമായ പ്രാവിൻ്റെ ആ ശബ്ദം, അതുപോലെ വിശ്വസിച്ചിരുന്നവരെ എല്ലാം തീർച്ചയായിട്ടും ദൈവം രൂപാന്തരപ്പെടുത്തും. അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കൂലിപ്പണിക്കാരെന്നോ പട്ടിണി കിടക്കുന്നവനോ ആദിവാസിയെന്നോ കർത്താവിന് വ്യത്യാസമില്ല. കർത്താവ് ആകെ 2 എണ്ണം, പുരുഷനും സ്ത്രീയുമായി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. കാരണം ഉൽപ്പത്തി 2:18 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്ക ഇണയെ കൊടുക്കും. എന്തുകൊണ്ട് തക്ക ഇണ കിട്ടുന്നില്ല? കാരണം പിശാചിൻ്റെ കൂടെ കൂട്ടുകൂടി നമ്മൾ അവൻ്റെ സമ്പത്ത് കിട്ടാനും അവൻ്റെ പുറകെ നമ്മൾ പോയി നമ്മൾ പാപം ചെയ്തു, പാപത്തിൽ തന്നെ ജീവിച്ചു ഇത്രയും കാലം. അത് മുടിയനായൻ്റെ പുത്രൻ്റെ കഥയിലൂടെയും ജെറമിയ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയും കർത്താവ് പറയുന്നതാണ്. യേശയ്യാ പ്രവാചകൻ്റെ 1, 2, 3 ഭാഗത്തത് കാണാം. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. അതുപോലെ തന്നെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 8:7 പറയുന്നു, ആകാശത്തിലെ കൊക്കും മിവൽ പക്ഷിയും അതിൻ്റെ കാലം അറിഞ്ഞ് മടങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും വളരെ ചുരുങ്ങിയൊരു സമയം അവശേഷിച്ചിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഈ ലോകത്തിൻ്റെ സർവ്വസമാന സമ്പത്തും പേരും പ്രതാപവും പ്രശസ്തിയും എന്തൊക്കെ നേടിയാലും നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്കൊന്നും കൊണ്ടുപോകാനുള്ളത് നമ്മുടെ മനസ്സിനകത്തുള്ള ആ ദൈവത്തിൻ്റെ രാജ്യം, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, അനന്തകോടി വർഷം പിതാവിനോടുകൂടെ, പുത്രൻ പരിശുദ്ധി അമ്മയോടുകൂടെ നമുക്ക് അവരുടെ രാജ്യത്ത് വസിക്കാം. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, അമ്മയുടെ ആത്മാവ്, വചനത്തിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ ശക്തി. പരിശുദ്ധാത്മാവിൻ്റെ പേര് മൽക്കിസദേക്ക് എന്നാണ്. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. മൽക്കിസദേക്ക് എന്ന് പരിശുദ്ധാത്മാവാണ്. ഓക്കെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ.